ഗബ്രി ബിഗ് ബോസ് ഹൗസിൽ നിന്നും പോവാൻ കാരണം ജാസ്മിൻ ആണെന്ന് ജാസ്മിൻ തന്നെ സമ്മതിക്കുന്നു. എന്താ സംഭവം? പുതിയൊരു പ്രോമോ വന്നിട്ടുണ്ട്. പ്രോമോയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ വീഡിയോ ഒക്കെ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം മറന്നു പോകണ്ട. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോട്ട് പോകാം. ഇപ്പൊ ജാസ്മിനും ജിൻഡോയും തമ്മിലുള്ള ഒരു വലിയ അടി തന്നെയാണ് ഇന്നത്തെ പ്രോമോയിൽ കാണിക്കുന്നത്. അപ്പൊ ജിൻഡോ പറയുന്നുണ്ട്, നീയാണ് കാരണം ഇവിടെ ഗബ്രി പോകാനുള്ള കാരണം. അതായത് ഗബ്രി നല്ല ഗെയിമറാണ്, നിന്റെ കൂട്ടുകൂടിയോണ്ടാണ് ഗബ്രിക്ക് ഇപ്പൊ പോകേണ്ടി വന്നത്, അല്ലെങ്കിൽ ഗബ്രി ഇവിടെ നിന്നേന്നൊക്കെ പറയുന്നുണ്ട്. അപ്പത്തേക്കും ജാസ്മിൻ പറയുന്നുണ്ട്, അവൻ നിന്നാലും പോയാലും അത് എന്റെ മിടുക്കാണ്. അതായത് അവൻ പോയതാണെങ്കിലും എന്റെ മിടുക്ക് തന്നെയാണ്, നിന്നില്ലെങ്കിലും അത് എന്റെ മിടുക്ക് തന്നെയാണ്. എല്ലാ ക്രെഡിറ്റും ജാസ്മിൻ എന്ന രീതിയിലാണ് ജാസ്മിനോട് സംസാരിക്കുന്നത്. ഒരുപക്ഷെ വേണമെങ്കിൽ ജിൻഡോനെ വേണമെങ്കിൽ ട്രിഗർ ചെയ്യാൻ വേണ്ടി പറഞ്ഞതായിരിക്കാം. പക്ഷെ അറിയില്ല, എന്തായാലും അങ്ങനെ പറഞ്ഞത് മോശമായി പോയി. കാരണം ഓൾറെഡി ഗബ്രി പോയതിന്റെ വിഷമത്തിലാണ് ജാസ്മിൻ എന്നാണല്ലോ, എന്നാണ്. എന്നിട്ടും ജാസ്മിൻ അങ്ങനെ പറഞ്ഞത് തെറ്റായി പോയി, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അതിനകത്ത് നമ്മുടെ ജിൻഡോ വ്യക്തമായിട്ടും പറയുന്നുണ്ട്, നിന്റെ കൂടെ കളിച്ചതാണ് അവൻ ചെയ്ത തെറ്റ്, അല്ലെങ്കിൽ ഇന്നും അവനോട് നിന്നേന്നൊക്കെ പറഞ്ഞത് ശരിയാണ്, കറക്റ്റ് പോയിന്റ് തന്നെയാണ്. ഗബ്രി എന്ന് പറഞ്ഞൊരു ഗെയിമർ ശരിക്കും നല്ലൊരു ഗെയിമർ തന്നെയായിരുന്നു. പക്ഷെ നെഗറ്റീവ് ആയി പോയതിന് കാരണം ജാസ്മിൻ എന്ന് പറയുന്ന ഒരു കോംബോ, ജാസ്മിൻ ഗബ്രി എന്നൊരു കോംബോ സൃഷ്ടിച്ചതുകൊണ്ട് മാത്രമാണ് ഗബ്രി ഇന്നലെ അവിടെ നിന്ന് പടി ഇറങ്ങേണ്ടി വന്നത്. അപ്പൊ അതേ ചൊല്ലിയാണ് ഇപ്പൊ വഴക്ക് നടക്കുന്നത്. ജാസ്മിന്റെ കുറെ സംസാരം നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആയി പോകും. കാരണം ജാസ്മിൻ നല്ലൊരു ഗെയിമർ തന്നെയാണ്, അത് അല്ലാതെ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ കുറച്ച് റെസ്പെക്റ്റും കുറച്ച് നമുക്ക് ഇപ്പൊ വഴക്ക് കൂടുമ്പോഴായാലും നമ്മൾ വഴക്ക് പറയാം, നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. അതായത് ഒരാളെ എതിരാളി നമുക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞ അയാളെ നമുക്ക് അടിച്ചമർത്താൻ പറ്റും. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ എന്തുവെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഒരു ബഹുമാനമുള്ള പോലെ റെസ്പെക്ട്ഫുള്ളി നമുക്ക് ആരുടെ അടുത്ത് വേണമെങ്കിലും വഴക്കുണ്ടാക്കാം. ജാസ്മിന് ചില ഒരു ആക്ടും അതുപോലെ തന്നെ സംസാരം ഇത് കാണുമ്പോൾ ഒരിക്കലും എന്നെപ്പോലുള്ള ആൾക്കാർക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം എനിക്കത് ഇഷ്ടമല്ല. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവായിരിക്കാം. പ്രത്യേകിച്ച് ജാസ്മിന്റെ ഈ ഫാൻസ്, അതായത് അന്തം ഫാൻസ് എന്ന് തന്നെ പറയണം. കാരണം ഞാൻ ജാസ്മിനെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം, ജാസ്മിനും ഗബ്രിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ലൈൻ, സാധാരണ ഞാൻ അങ്ങനെ ആരും മോശമായ രീതിയിലൊന്നും വീഡിയോ ചെയ്യാറില്ല. ചെറുതായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഇഷ്ടംപോലെ എന്ന് പറഞ്ഞാൽ 2-3 കമന്റ്സ് ഒക്കെ എനിക്ക് വരാറുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അവരോടാണ് ഞാൻ പറയുന്നത്, ഞാൻ എന്റെ അഭിപ്രായമാണ് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം വേറെ ആയിരിക്കാം, പക്ഷെ എനിക്ക് എന്റെ അഭിപ്രായം പറയാമല്ലോ. എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. എന്തായാലും നമുക്ക് നോക്കാം നാളെ എന്താണ് ശരിക്കും ശരിയായ കാരണം എന്താണ് അവർ തമ്മിലുള്ള അടി എന്നുള്ള. ഓൾറെഡി അവർ തമ്മിൽ അടിയാണ് എപ്പോഴും. പക്ഷെ നാളത്തെ കാരണം എന്താണെന്നുള്ളത് നമുക്ക് നാളെ എന്തായാലും കാണാം. അതുപോലെ തന്നെ പുതിയ എന്തെങ്കിലും അപ്ഡേഷൻ കിട്ടുകയാണെങ്കിൽ അടുത്ത വീഡിയോ വീണ്ടും വരാം. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയാം. നിങ്ങൾക്ക് ആ ഒരു പ്രോമോ കണ്ടിട്ട് എന്താണ് തോന്നിയെന്ന് അതെന്തായാലും നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ എഴുതുക. അപ്പൊ ശരി, ഞാൻ അടുത്ത വീഡിയോ വീണ്ടും വരാം. ബൈ.